ദില്ലിയിൽ GTB ആശുപത്രി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പണിമുടക്ക്. കഴിഞ്ഞ ദിവസം ആശുപത്രി കയറി രോഗിയെ വെടിവെച്ചു കൊന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സമരം. ജോലി ചെയ്യാൻ മതിയായ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം തുടങ്ങിയിരിക്കുന്നത്. നോബിൾ മാരിക്കാരൻ നൽകും ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ. നോബിൾ, ആശുപത്രിയിൽ കയറി രോഗിയെ വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യം അത്രത്തോളം സുരക്ഷയില്ലേ ദില്ലിയിലെ ആശുപത്രികൾക്ക്? എന്താണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം? വിനീത, ദില്ലി GTB ആശുപത്രിയിലാണ് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ നേഴ്സുമാരും അനിശ്ചിതകാല പണിമുടക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയുടെ 3ാം നിലയിൽ കയറി ഒരു രോഗിയെ മറ്റൊരാൾ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സുരക്ഷ ഒരുക്കാതെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ ഡോക്ടർമാരുടെയും ഒപ്പം നേഴ്സുമാരുടെയും നിലപാട്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ഇതിൻ്റെ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് കൃത്യമായ രീതിയിൽ സുരക്ഷ ഒരുക്കാതെ ഇനിയിപ്പോൾ ജോലിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല. കാരണം ആശുപത്രിയിൽ ഒരു ജോലിക്കാർ കൃത്യമായ സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗികൾക്ക് പോലും ഇത്തരത്തിൽ രാജ്യതലസ്ഥാനത്ത് വെടിയേറ്റ് മരിക്കേണ്ട സാഹചര്യം ആശുപത്രികളിൽ ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നാണ് ഇവർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രി 3ാം നിലയിൽ കയറി റിയാസുദ്ദീൻ എന്ന 38-കാരനെയാണ് 18 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൾ വെടിവെച്ച് കൊന്നത്. ഇതിനു പിന്നാലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന വിമർശനവും ഈ മരിച്ച ആളുടെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും ദില്ലി നടുക്കിയ സംഭവമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഇത്തരത്തിൽ ഒരാൾ കയറുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് ഇതിൽ വ്യക്തമാക്കുന്നത് ആൾ മാറി ഉണ്ടായ കൊലപാതകം ആണ് എന്ന സൂചനയാണ്. എന്താണെങ്കിലും നിലവിൽ ഈ അന്വേഷണം എങ്ങും എത്താതിരിക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ വേണ്ട സുരക്ഷ ഇല്ല എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാരും ഒപ്പം നഴ്സുമാരും അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിനീത, ശരി, നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.